അയ്യോ, ഫോൺ തുറക്കാനേ പറ്റുന്നില്ല. എന്താണ് കാര്യം? വാട്സപ്പിൽ നിന്ന് മെസ്സേജ്, അത് ഒരു സൈഡ്. നമ്മൾ കയറാത്ത വെബ്സൈറ്റിൽ നിന്ന് ഒരു മെസ്സേജ്, അതൊരു സൈഡ്. അത് പോരാന് ഒരു മെസ്സേജ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതില് നമുക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെയല്ലേ എല്ലാവരുടെയും അവസ്ഥ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഒരു സെറ്റിങ്സ് പറഞ്ഞുതരാം. ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്. മെസ്സേജ് ആപ്ലിക്കേഷൻ, ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം മെസ്സേജ് ആപ്ലിക്കേഷൻ ഗൂഗിൾ എന്നാണ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തില്ലെങ്കിലും ഇവിടെ ഗൂഗിൾ മെസ്സേജസ് എന്നൊരു ആപ്ലിക്കേഷൻ കാണും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സാധാരണ എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഇതിൽ വരുന്നുണ്ട്. എല്ലാ ഫോണുകളിലും ഈ ആപ്ലിക്കേഷൻ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. വരാത്ത ഫോണുകളിൽ സാധാരണ മെസ്സേജ് ആപ്ലിക്കേഷനിൽ നിന്ന് മാറ്റിയിട്ട് ഏതാണ് നമ്മളെ ഗൂഗിൾ ആപ്ലിക്കേഷനിൽ ഗൂഗിൾ മെസ്സേജ് ആപ്പിലോട്ട് മാറ്റാൻ പറയും. അത് മാറ്റി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇങ്ങനെ മെസ്സേജായിട്ട് വരുന്നത് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഓഫ് ചെയ്ത് വയ്ക്കാമെന്ന് ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ. ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ ഏത് മെസ്സേജ് വരണതും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. എന്നാൽ ഇനി നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ മെസ്സേജിൽ നിന്ന് വരികയില്ല. അപ്പോൾ ഇതെങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ വെൽക്കം ടു MK Joys യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ വെള്ളിലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണ് നിമിഷം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ ലോഗിൻ ചെയ്തിട്ടാണ് ബാക്കി കാണിക്കുന്നത്. ഗൂഗിൾ ആപ്ലിക്കേഷൻ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നുള്ളൂ. എല്ലാ പെർമിഷനും അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വന്ന മെസ്സേജസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. മെസ്സേജ് പറഞ്ഞത് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനായിട്ട് ഇവിടെ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് മെസ്സേജ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. മെസ്സേജ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് സെറ്റിങ്സ് ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സിൽ വരണതായി നിങ്ങൾക്ക് കാണാം. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. നോട്ടിഫിക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നോട്ടിഫിക്കേഷനാണോ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടേണ്ടത് അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ മൊത്തം നോട്ടിഫിക്കേഷൻ ഇതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ട, മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരേണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് ഇതുപോലെ വളരെ ക്ലീനായിട്ട് ആൾ മെസ്സേജസ് നോട്ടിഫിക്കേഷൻ ഇതുപോലെ ആയിരിക്കും. അതൊന്ന് ഡിസേബിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജൊക്കെ വരണം. ഇവിടെ കുറേ കാറ്റഗറീസ് കാണാം. അത് മാത്രം അതിലേതെങ്കിലും ഒരു മെസ്സേജ് വരണ്ട അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ മെസ്സേജിനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്താൽ അത് ഇതുപോലെ ബ്ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും വരണ്ട എന്നുണ്ടെങ്കിൽ ആ മെസ്സേജസ് നോട്ടിഫിക്കേഷൻ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിൽ നിങ്ങൾ ഗൂഗിൾ മെസ്സേജ് ആപ്ലിക്കേഷനിൽ പോയി നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെ മെസ്സേജ് ആപ്ലിക്കേഷനിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരികയില്ല. ഇത് നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. വേറെ രീതിയിൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പണ്ട് ചെയ്ത രീതി തന്നെ, എന്നാൽ കുറച്ചുകൂടെ ഇതാണ് ബെറ്റർ. ഇത് ഒന്നാമത്തെ സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിങ്സിൽ പോയതിനു ശേഷം അത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയാത്തത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ മെസ്സേജ് അല്ലാതെ ഇങ്ങനെ അനദർ മെസ്സേജ് വന്നത് നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ വരാതെ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ സാധിക്കും. അതും ഗൂഗിളിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ. ഇതിനി അൺഇൻസ്റ്റാൾ ചെയ്താലും കുഴപ്പമില്ല. അത് ഇനി നമ്മളെ ഫോണിൽ സെറ്റ് ആയിക്കോളും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ
ഇത് ചെയ്തതുപോലെ പരസ്യങ്ങളൊന്നും വരികയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ള. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതര ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ MK Joys എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലേക്കണം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണ് ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.